ഹായ് സുന്ദരീസ്, ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ തലേദിവസം രാത്രി ചിയാ സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കില്ലേ, അപ്പോൾ അതാണ് കേട്ടോ കുടിക്കാം. അത് സ്ട്രോ വെച്ച് കുടിക്കണം. എന്താ വെച്ചാൽ അത് എളുപ്പമാണ് കേട്ടോ, അത് ട്രൈ ചെയ്ത് നോക്കും. അതല്ലെങ്കിൽ വെള്ളം മാത്രം നമ്മൾ വയലിക്ക് പോവും. ചിയാ സീഡ് ലാസ്റ്റ് ബാത്തായിട്ട് വന്ന് കിടക്കും. പിന്നെ ഇന്ന് ഇമൂന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവക്കാഡോ ടോസ്റ്റ് ഞങ്ങളും അത് തന്നെയാണ് കഴിക്കണത്. ഇമൂന് ലഞ്ചിന് വേണ്ടിയിട്ട് ഈ ന്യൂഡിൽസാണ് കേട്ടോ. ഇത് എന്തോ മില്ലറ്റ് ന്യൂഡിൽസോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും മൈദയല്ല എന്നാണ് പറയണത്. മൈദയാണെങ്കിലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊടുത്തുകൊണ്ടുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇമ്മു കുറേ ദിവസമായി പറയണു വേണം വേണം. നമ്മൾ യൂഷ്വലി ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഓരോന്നും കൊടുത്തു വിടാറില്ല. പിന്നെ ഇമ്മ 3:30 ആകുമ്പോൾ എത്തും വീട്ടിലേക്ക് തിരിച്ച്. അപ്പോഴാണ് ഇമ്മ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഇട്ട്, കൂടുതലും തൈരാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ കഴിക്കാം. സ്കൂളിലേക്ക് ലഞ്ച് കൊടുത്തുവിടുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഇങ്ങനത്തെ ന്യൂഡിൽസും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുത്തു വിടാറുള്ളത്. പിന്നെ എനിക്കൊരു മധുരമില്ലാത്ത കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മുടി വെട്ടിയ കാരണം പെട്ടെന്ന് തന്നെ ഇമ്മൂൻ്റെ മുടി സെറ്റ് ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് ഈരിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ജിമ്മിലെത്തി. ഞാൻ ഡെഡ് ലിഫ്റ്റ് 75 കിലോ ചെയ്തിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ പറ്റാണ്ടേ, ഇപ്പോൾ 60 കിലോ പറ്റുന്നുള്ളൂ. ഇനി അത് എഗെയിൻ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴല്ല, അതൊക്കെ എനിക്ക് നമ്മുടെ കൈ വേനിക്കും. അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം.